എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ കവയിത്രിയും മോഡലും അഭിനേത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി ജസീന്ത മോറിസ് മാഡം, സൈക്കോളജിസ്റ്റും സാമൂഹ്യ പ്രവർത്തകനും സംവിധായകനും അഭിനേതാവുമായ അഡ്വക്കേറ്റ് CL ബാബുരാജ് സർ, കവി, സാഹിത്യകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, ചവറ ഫ്രണ്ട്സ് തരംഗം പ്രസിഡന്റ് ശ്രീ ആസാദ് ആശീർവാദ് സാർ, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും നാടക സീരിയൽ നടനുമായ ശ്രീ ഗോപകുമാർ സാർ എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾക്കും ഭാരത് സേവക് സമാജിലെ എൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പര്യായമായി വളർന്നു വരികയും ചെയ്ത ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 74 വർഷങ്ങൾ പൂർത്തിയാവുവാൻ പോവുകയാണ്. 1905 പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പുനർനാമകരണം ചെയ്യപ്പെട്ട പേരാണ് ഭാരത് സേവക് സമാജ് അഥവാ BSS. ന്യൂഡൽഹിയിൽ 1952 നടന്ന ചടങ്ങിൽ സമ്മേളനത്തിൽ വെച്ച് പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്യവേ ഭാരത് സേവക് സമാജ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം വരികയാണെന്നും അത് ഭാരതത്തിലെ യുവതീ-യുവാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം അന്ന് ആഹ്വാനം ചെയ്തത്. തുടർന്ന് പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനും പിൽക്കാലത്തെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററുമായിരുന്ന ശ്രീ ഗുൽസാർലാൽ നന്ദ ആദ്യ ചെയർമാനായി നിയമിതനാവുകയുണ്ടായി. രണ്ടാമത്തെ ചെയർമാനായിട്ട് സ്വാമി ഹരിനാരായണാനന്ദ ജിയും മൂന്നാമത്തെ ചെയർമാനായിട്ട് ഡോക്ടർ BS ബാലചന്ദ്രൻ സാറും നിയമിതനായി. കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1952 പാർലമെന്റിന്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ്. അനേകം പ്രവർത്തകരിലൂടെ രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSന്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെയും ഉന്നമനത്തിലൂടെയാണ് എന്ന ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭാരത് സേവക് സമാജ് രാജ്യത്തിനകത്തും പുറത്തും 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. ഇതിനു പുറമെ NSDC കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകളും നടത്തി വരുന്നു. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, IT മേഖല, സോളാർ മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖല, മൈക്രോ ഫിനാൻസ് മേഖല, അങ്ങനെ ധാരാളം പ്രോഗ്രാമുകളാണ് ഭാരത് സേവക് സമാജ് ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നത്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയൊക്കെയാണ് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ആഗസ്റ്റ് 12 എന്ന് പറയുന്നത് BSSന്റെ സ്ഥാപക ദിനമാണ്. ആ സ്ഥാപക ദിനത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് എല്ലാ മാസവും 12-ാം തീയതി ഈ ചടങ്ങ് ഇവിടെ നടത്തി വരുന്നത്. 12-ാം തീയതി അവധി വരികയാണെങ്കിൽ മാത്രമേ തൊട്ടടുത്ത ദിവസത്തിലേക്ക് അത് മാറ്റിവെക്കാറുള്ളൂ. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ധാരാളം കലാകാരന്മാരും കലാകാരികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ളവർ, ആയോധന കലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, അതുപോലെ മാധ്യമ മേഖല, നിയമജ്ഞർ, കാർഷിക മേഖലയിൽ, അതുപോലെ വാസ്തുശില്പികൾ, കരകൗശലത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയഗാനം, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് ബഹുമാന്യനും ആദരണീയനുമായ BSSന്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാറിൻ്റെ പ്രഭാഷണവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വിളിച്ചു വരുത്തുകയും ആദരപൂർവ്വം നിങ്ങളെ അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നതുവരെ അവരവരുടെ കഴുത്തിൽ അണിയണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് നടക്കുന്ന പ്രോഗ്രാമിൻ്റെ ഫോട്ടോകളും വീഡിയോയും ലഭ്യമാകുന്നതിന് വേണ്ടി ഫോട്ടോ എൻ്റെ മെയിൽ ID യിൽ നിങ്ങളുടെ മെയിൽ ID-കൾ അയയ്ക്കുക. മെയിൽ ID കൂടി മാത്രമേ ഫോട്ടോസ് അയച്ചു തരത്തുള്ളൂ. വീഡിയോ വാട്സാപ്പിൽ ലിങ്ക് ഇട്ട് തരുന്നതാണ്. അതുപോലെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവിടെ ആരും തിരക്ക് കൂട്ടരുത്. കാരണം നിങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളെല്ലാം ഞാൻ അയച്ചു തരുന്നതാണ്. പുരസ്കാര സമർപ്പണ സമയത്ത് എല്ലാവരും കൂടി തിരക്കിയാൽ ക്യാമറയിലും വീഡിയോയിലും പതിയില്ല, അതുപോലെ തന്നെ ഫോട്ടോയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്.
ഏതാനും നിമിഷങ്ങൾക്കകം BSSന്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. സമ്മേളനം ഉടൻ തുടങ്ങുന്നതാണ്. ഇപ്പോൾ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി BSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ശ്രീമതി ജയ ശ്രീകുമാർ അവറുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതിനു മുന്നേ ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി ജയ ശ്രീകുമാർ അവറുകളെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഇന്നത്തെ ഭാരത് സേവക് ഉപഹാര സമർപ്പണത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഏവർക്കും സ്വാഗതം. ഭാരത് സേവക് ഉപഹാര സമർപ്പണത്തിൻ്റെ മുന്നോടിയായി ഭാരത് സേവക് സമാജിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ ശ്രീമതി സിന്ധുമതി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല. ഭാരത് സേവക് ഉപഹാര സമർപ്പണത്തിൻ്റെ പിന്നിലുള്ള ചേതോവികാരമാണ് പങ്കിടാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരത് സേവക് സമാജിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം മേഖലകളാണ് ഭാരത് സേവക് സമാജ് നമ്മുടെ പ്രവർത്തന മേഖലയെ കണ്ടെത്തുകയും ധാരാളം പ്രവർത്തനങ്ങളാണ് ഭാരത് സേവക് സമാജ് കാഴ്ചവെക്കുകയും ചെയ്യുന്നത്. ഏതൊരു മേഖലയിൽ കാലെടുത്ത് വെച്ചാലും ഭാരത് സേവക് സമാജ് അത് ഏറ്റവും ഭംഗിയായി സമൂഹത്തിൽ ഉടനീളം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഭാരത് സേവക് സമാജിൻ്റെ ഏറ്റവും മഹത്തായ കാര്യവും. ഭാരത് സേവക് സമാജിൻ ഒരു പറ്റം കർമ്മധീരരായ ഏത് പ്രവൃത്തിയും ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരു സന്നദ്ധ സേവകരാണ് ഭാരത് സേവക് സമാജിനെ മുന്നോട്ട് നയിക്കുന്നത്. ധാരാളം മേഖലകളിൽ, അതായത് ഏറ്റവും മിനിമം ഒരു മാസം മുതലുള്ള പരിശീലന പദ്ധതി മുതൽ സോളാർ ഇൻസ്റ്റലേഷൻ വരെയുള്ള പ്രോഗ്രാമുകളാണ് ഭാരത് സേവക് സമാജ് വിവിധങ്ങളായ പ്രവർത്തന മേഖലകളിൽ കൂടി രാജ്യത്തെമ്പാടും നടത്തി വരുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ ഈ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ 1952 രൂപീകൃതമായ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ ചെയർമാൻ എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ BS ബാലേന്ദ്രൻ സാറാണ്. ബാലേന്ദ്രൻ സാർ അല്പസമയത്തിനകം എത്തിച്ചേരും. വേറൊരു മീറ്റിങ്ങിൽ പെട്ടതുകൊണ്ട് ഇച്ചിരി താമസിച്ചു പോയതാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിപാടി നേരത്തെ തുടങ്ങിയ കാര്യം. മഴയും വരുന്നത് കൊണ്ട് താമസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവുമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ പ്രോട്ടോകോൾ പ്രകാരം സാർ വന്നതിന് ശേഷമേ പരിപാടി തുടങ്ങാറുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിപാടി അല്ലാതെ തുടങ്ങുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഇപ്പോൾ നമുക്കറിയാം സ്ഥാനം വഹിക്കുന്ന BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പ്രവർത്തനങ്ങളുമായി ഭാരത് സേവക് സമാജിനെ ഇത്രയും ശക്തമായി മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും എല്ലാം തന്നെയാണ് ഭാരത് സേവക് സമാജിനെ സമ്പുഷ്ടമാക്കുന്നതും. ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകരെ ഒറ്റക്കെട്ടായി നിർത്തി മുന്നോട്ട് കൊണ്ടുവന്നതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ ഇത്രയും ശക്തമായതിനാലാണ് ഭാരത് സേവക് സമാജിൻ്റെ തലപ്പത്തേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും അദ്ദേഹം ചെയർമാനായി എത്തുന്നത്. അതിനുശേഷം തന്നെ ഭാരത് സേവക് സമാജിൻ്റെ കാഴ്ചപ്പാടിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യകാലത്തിൽ ഇതിൻ്റെ പ്രാരംഭ ദിശയിൽ ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഗുൽസാൽലാൽ നന്ദയാണെങ്കിലും അതുപോലെ ഇതിൻ്റെ പ്രഥമ അംഗമായ ശ്രീമതി ഇന്ദിരാഗാന്ധി ആണെങ്കിലും അതുപോലെ മഹാരഥന്മാർ ധാരാളം രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ആരുടെയും കാഴ്ചപ്പാടുകളിലേക്ക് ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഭാരത് സേവക് സമാജിന്. പക്ഷേ ഇന്ന് ആ ഭാരത് സേവക് സമാജിനെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നയിക്കുന്ന ഭാരത് സേവക് സമാജിൻ്റെ ഇന്നത്തെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. അതുകൊണ്ട് ഏത് മേഖലയിലാണ് ഭാരത് സേവക് സമാജ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിക്കാറില്ല. എല്ലാ മേഖലയിലും, ഏത് മേഖലയിലാണെങ്കിലും ഭാരത് സേവക് സമാജ് ഏത് പരിപാടി ഏറ്റെടുത്ത് നടത്താൻ തക്ക വിധത്തിൽ ഭാരത് സേവക് സമാജിനെ അദ്ദേഹം സജ്ജമാക്കി മാറ്റിയിട്ടുണ്ട്. ഭാരത് സേവക് സമാജിൻ്റെ ഈ ഒരു കരുത്താണ് ഭാരത് സേവക് സമാജിനെ എല്ലാ മേഖലകളിലും മുന്നോട്ട് നയിക്കുന്നതും ഇത്രയും ശക്തമായി ഭാരത് സേവക് സമാജിന് ഒരു അടിത്തറ ഭാരതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളതും. ഭാരത് സേവക് സമാജിൻ്റെ ഈ ഒരു ഭാരത് സേവക് ഓണർ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതായത് നമുക്ക് സമൂഹത്തിൽ ധാരാളം പേരുണ്ട്, ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ രാഷ്ട്രം ഇത്രയും മുന്നോട്ട് ശക്തമായി പോകുന്നത്. നാഷണൽ റീജുവനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന
ചെറിയതും വലിയതുമായ പ്രവർത്തികളാണ് ഇത്രയും ശക്തമായി നാഷണൽ ഒരു പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകുന്നത് വഴിയാണ് ആ ഒരു ലക്ഷ്യം നമുക്ക് സാധിക്കാൻ പറ്റുന്നത്. പലപ്പോഴും പലരുടെയും കാഴ്ചപ്പാടുകളും അതുപോലെ കഴിവുകളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടാവില്ല നമ്മുടെ കഴിവുകൾ എന്താണ്. അതൊരാൾ പറഞ്ഞു തരുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ ബയോഡേറ്റ വായിച്ചപ്പോൾ ധാരാളം അവാർഡുകൾ ലഭിച്ചവരാണ് എല്ലാവരും തന്നെ. ഭാരത് സേവ സമാജിൻ്റെ ഈ അവാർഡെന്ന് പറയുമ്പോൾ ഒരു ദേശീയ അംഗീകാരമാണ്. ഭാരത് സേവക്കുകളാണ് നിങ്ങൾ. ഇന്നു മുതൽ ഭാരത് സേവക്കുകൾ, ഭാരതത്തിനെ സേവിക്കുന്ന വ്യക്തികളായി മാറുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബയോഡാറ്റ അവർക്ക് കൃത്യമായി വായിക്കുന്നത്. അതുപോലെ തന്നെ ഈ അംഗീകാരം നൽകി നിങ്ങളെ ഓരോരുത്തരെയും എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ നിങ്ങൾ ശക്തരാവുകയും ഒപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള യുവതലമുറ നിങ്ങളെ കണ്ട് മുന്നോട്ട് വരികയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം. അതുകൊണ്ട് തന്നെയാണ് ഭാരത് സേവ സമാജ് ഇങ്ങനെ ഇത്രയും വിശാലമായി ഭാരതത്തിലുടനീളം ഈ ഒരു പ്രോഗ്രാം നടത്തും. ഇന്ന് ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഭാരത് സേവക് ഉപഹാരം നൽകി വരികയാണ്. എല്ലാ മാസവും നേരത്തെ സിന്ധു മധു സൂചിപ്പിച്ച പോലെ 12-ാം തീയതിയാണ് ഈ ഒരു അവാർഡ് എല്ലാ മാസവും നൽകി വരുന്നത്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സംസ്ഥാന ചാപ്റ്ററുകളിലും ഇത് ഇന്ന് നടന്നു വരികയാണ്, അതുപോലെ യൂണിയൻ ടെറിട്ടറികളിലും. അപ്പോൾ ഈ അവാർഡുകൾ നിങ്ങൾ അങ്ങേയറ്റം എന്താ പറയണേ, നമ്മൾ ഒരു പ്രചോദനമായി കണക്കാക്കുകയും അതുപോലെ ഇതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഭാരത് സേവ സമാജ് അങ്ങേയറ്റം ധന്യമായി എന്ന് തന്നെ പറയാം. ഇന്നത്തെ ഈ ബയോഡേറ്റ ഇവിടെ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോരുത്തരും ഏതെല്ലാം മേഖലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ മേഖലയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന 50-ൽ ചില്ലറ ആൾക്കാരും. അപ്പോൾ അവരുടെ ബയോഡേറ്റ വായിക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, എല്ലാവരുടെയും ബയോഡേറ്റ വളരെ വിശാലമായ ബയോഡേറ്റയായിരുന്നു. ധാരാളം അവാർഡുകളും ധാരാളം പൊസിഷൻസ് ഇതെല്ലാം വരുന്ന വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ വരുന്നതാണ്. ഇപ്പം തന്നെ ഇവിടെ ഒരു 50-52 പേരോളം ഉണ്ട്. ഇവിടെ എല്ലാം ബയോഡേറ്റ അത്രയും വിശദമായി വായിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. പക്ഷേ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബ്രീഫ് ബയോഡേറ്റ ഞാനിവിടെ വായിക്കും. അതിൽ വിദ്യാഭ്യാസ യോഗ്യത കാണത്തില്ല, അതുപോലെ തന്നെ അവാർഡുകളുടെ എണ്ണം കുറച്ച് കുറവായിരിക്കും, വഹിക്കുന്ന പൊസിഷൻസിൻ്റെ എണ്ണം കുറച്ച് കുറവായിരിക്കും. അതിലാരും ബയോഡേറ്റയിൽ ഉള്ള കാര്യങ്ങൾ മുഴുവൻ തന്നില്ല എന്ന് ആർക്കും പരാതി തോന്നരുത്. എല്ലാവരും ഈ സമയനിഷ്ഠത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അത്രയും വിശദമായി വായിക്കാത്തത്. എല്ലാവരുടെയും ഇതുവരെയുള്ള എല്ലാ അവാർഡ് ജേതാക്കളും നമ്മളിത് 2020-21 മുതൽ തുടങ്ങിയതാണ്. അതുവരെ മുതലുള്ള എല്ലാവരുടെയും ബയോഡേറ്റ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് തുല്യമായ ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ വിശദമായി ഓരോരുത്തരുടെ ബയോഡേറ്റ അതിനകത്ത് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങളുടെ എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ബയോഡേറ്റ വളരെ ബ്രീഫായിട്ടേ വായിക്കുള്ളൂ. ബയോഡേറ്റ വായിക്കുമ്പോൾ ഇവിടെ വന്ന് ഒന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആരാണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഭാരത് സേവ സമാജിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്, അങ്ങനെയാണ് ഇവിടുത്തെ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നത്. അതെല്ലാവരും സഹകരിക്കുക. ഈ ചടങ്ങിലേക്ക് ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യും. ഭാരത് സേവ സമാജിൻ്റെ ദേശീയ ചെയർമാൻ അല്പനേരത്തിനകം എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഭാരത് സേവ സമാജിൻ്റെ ഡയറക്ടർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്, മഞ്ജു ശ്രീകണ്ഠൻ. മഞ്ജുവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിക്കുന്ന ഓരോരുത്തരെയും, അതുപോലെ തന്നെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധുണ്ട്. സിന്ധു ആണ് ഈ ചടങ്ങിൻ്റെ ഒരു ഏകോപനം നിർവഹിക്കുന്ന ഒരു പ്രധാന വ്യക്തി. സിന്ധുവിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരെയും പ്രത്യേകം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബയോഡേറ്റ വായിക്കുമ്പോൾ ഓരോരുത്തരായി ഒന്ന് ഇവിടെ വന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിൽക്കണം. ആദ്യമായി അഡ്വക്കേറ്റ് ഗണേശൻ സുബയ്യൻ. ഇദ്ദേഹം ന്യൂഡൽഹിയിലാണ് താമസിക്കുന്നത്. അഭിഭാഷകനാണ്, നിയമപരിഷ്കർത്താവാണ്, നീതിന്യായ വ്യവസ്ഥ ഗവേഷകനാണ്, സെൻറ്റർ ഫോർ ഇക്വിറ്റി ആൻഡ് റൂൾസ് ഓഫ് ജസ്റ്റിസ് എന്ന സ്ഥാപക പ്രസിഡന്റാണ്. നിലവിലെ നിയമവ്യവസ്ഥ നീതി ഉറപ്പു നൽകുന്നില്ല, മറിച്ച് വിധിന്യായങ്ങളിൽ മാത്രമേ ഉറപ്പു നൽകുന്നുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഈ വെല്ലുവിളികളെ നേരിടാൻ ഗവേഷണം, വാദിക്കൽ, നിയമപരിഷ്കരണം, നിയമവാഴ്ച ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്കായിട്ടാണ് ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമായ ദ സെൻറ്റർ ഫോർ ഇക്വിറ്റി ആൻഡ് റൂൾ ഓഫ് ജസ്റ്റിസ് എന്ന സ്ഥാപനം സ്ഥാപിച്ചത്. CERJ-യിലൂടെ അദ്ദേഹം നയരൂപീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും പൊതു താൽപ്പര്യ വ്യവഹാരങ്ങളെ പിന്തുണയ്ക്കുകയും സുപ്രീം കോടതിയിലെ പിന്നോക്ക വ്യവഹാരികളെ സഹായിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വ്യവഹാരം, മധ്യസ്ഥത, നിയമ നവീകരണം, വ്യവസ്ഥാപരമായ നീതി പരിഷ്കരണം എന്നിവയിൽ വ്യാപരിച്ചിരിക്കുന്നു. സുപ്രീം കോടതി, വിവിധ ഹൈക്കോടതികൾ, ട്രൈബ്യൂണലുകൾ, ജുഡീഷ്യൽ ഫോറങ്ങൾ എന്നിവയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. കൂടാതെ നീതി ലഭ്യമാക്കുന്നതിനും നിയമവാഴ്ച ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സംഭാവനകൾക്ക് അംഗീകാരം നേടിയിട്ടുണ്ട്. ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ രക്ഷാധികാരി, USA-യിലെ ടെക്സസിലെ സെൻറ്റർ ഫോർ അമേരിക്കൻ ആൻഡ് ഇൻ്റർനാഷണൽ ലോയുടെ ഫെലോ, ഹാർവാർഡ് പരിശീലനം നേടിയ നെഗോഷിയേറ്റർ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും MIT പരിശീലനം നേടിയ പ്രൊഫഷണൽ, ഇന്റർനാഷണലി ക്വാളിഫൈഡ് മീഡിയേറ്റർ,
യുണൈറ്റഡ് കിങ്ഡത്തിലെ സൊസൈറ്റി ഓഫ് മീഡിയേറ്റേഴ്സ് അംഗീകൃത മീഡിയേഷൻ അഡ്വക്കേറ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. കോമൺവെൽത്ത് ലോയേഴ്സ് അസോസിയേഷന്റെ അംഗവും സുപ്രീം കോടതി മീഡിയേറ്റേഴ്സ് അസോസിയേഷനായ നിവാരണിന്റെ ആജീവനാന്ത അംഗവുമാണ്. നിയമജീവിതത്തിനിടയിൽ നാഴികക്കല്ലായ യൂറിയ കുംഭകോണം നടപടിക്രമങ്ങളും ഡൽഹി ഹൈക്കോടതിയിൽ US പൗരയായ ഡോക്ടർ സുന്ദരി ഭഗവാനനി ഉൾപ്പെട്ട വ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ട അൽഷിമേഴ്സ് കേസും ഉൾപ്പെടുന്നു. പല ഫോറങ്ങളിൽ ഇന്ത്യ പ്രതിനിധീകരിച്ചിട്ടുള്ള അദ്ദേഹം മധ്യസ്ഥത, നിയമപരിഷ്കാരങ്ങൾ, നിയമവാഴ്ച എന്നിവയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര പ്രഭാഷകൻ കൂടിയാണ്. ഗ്യാരണ്ടീഡ് ജസ്റ്റിസ് ഗവേഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മുൻനിര പ്രവർത്തനമാണ് അദ്ദേഹത്തെ തികച്ചും വ്യത്യസ്തനാക്കുന്നത്. നീതിന്യായ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് E. നാരായണൻ നായർ, കോഴിക്കോട് വടകര സ്വദേശി, 53 വർഷമായി കോഴിക്കോട് ജില്ലാ കോടതിയിലും വടകര, കൊയിലാണ്ടി കോടതികളിലും പ്രാക്ടീസ് ചെയ്യുന്നു. KSU കോഴിക്കോട് താലൂക്ക് പ്രസിഡന്റ്, DCC എക്സിക്യൂട്ടീവ് മെമ്പർ കോഴിക്കോട് ജില്ല, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ INTUC സ്റ്റേറ്റ് കമ്മിറ്റി, പ്രസിഡന്റ് INTUC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി, മുനിസിപ്പൽ കൗൺസിലർ വടകര മുനിസിപ്പാലിറ്റി, ചെയർമാൻ UDF വടകര നിയോജക മണ്ഡലം, കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് INTUC കോഴിക്കോട് ജില്ല, KPCC മെമ്പർ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി വെൽഫെയർ ബോർഡ്, ഡയറക്ടർ വടകര എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രസിഡന്റ് വടകര സിറ്റിസൺ കൗൺസിലർ, ചെയർമാൻ ലോകനാർക്കാവ് ദേവസ്വം ട്രസ്റ്റ്, പ്രസിഡന്റ് വടകര ബാർ അസോസിയേഷൻ, ട്രഷറർ INTUC ജില്ലാ കമ്മിറ്റി, പ്രസിഡന്റ് വടകര ചെത്തു തൊഴിലാളി യൂണിയൻ, മോട്ടോർ എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് എന്നിങ്ങനെ ധാരാളം നിലകളിലാണ് അദ്ദേഹം സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. സിറ്റിസൺ കൗൺസിലിന്റെ പ്രസിഡന്റായി 4 പ്രാവശ്യം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ലോകനാർക്കാവ് ക്ഷേത്ര സമഗ്ര വികസന സമിതിയുടെ പ്രസിഡന്റാണ്. പ്രസിഡന്റ് പരവന്തല സുബ്രഹ്മണ്യ ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ആണ്. അതുപോലെ കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ്. ഈ നിലകളിലെല്ലാമാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത്. അദ്ദേഹത്തിന് ഈ അവാർഡിനായി തെരഞ്ഞെടുത്തിട്ടുള്ള പൊതുപ്രവർത്തന മേഖലയിലെ അദ്ദേഹത്തിന്റെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് സമാജിന്റെ സ്നേഹപൂർവ്വ സ്വാഗതം. ഡോക്ടർ N. അശോകകുമാർ, എറണാകുളം ഇടപ്പള്ളി സ്വദേശി. വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുകയും നിരവധി കലാ സാഹിത്യവേദികളുടെ സംഘാടനയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പത്രങ്ങളിലും ഗവേഷണ മാസികകളിലും ലേഖകനാണ്. ഫ്രീലാൻസ് പത്രപ്രവർത്തനത്തിലും ഏർപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട് സർവകലാശാലയുടെ കീഴിലുള്ള കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചരിത്രാധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, മൊകേരി ഗവൺമെന്റ് കോളേജ്, കൊടുങ്ങല്ലൂർ പുറ്റ്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജ്, കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, ചാലക്കുടി പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരക ഗവൺമെന്റ് കോളേജ്, തുടർന്ന് മഹാരാജാസ് ഗവൺമെന്റ് കോളേജിൽ ദീർഘകാലം ചരിത്രാധ്യാപകനായിരുന്നു. അതിനുശേഷം മഹാരാജാസ് കോളേജിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറായി റിട്ടയർ ചെയ്തു. തുടർന്ന് കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയടക്കം വിവിധ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും ജോലി നോക്കിയിട്ടുണ്ട്. MG സർവകലാശാല പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന്റെ പുനഃക്രമീകരണ കമ്മിറ്റിയിലും PG ബോർഡ് ഓഫ് സ്റ്റഡീസിലും, കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് കൗൺസിൽ മെമ്പറായും PG ബോർഡ് ഓഫ് സ്റ്റഡീസിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റിയിൽ അക്കാഡമിക് വിദഗ്ധനായും, വിവിധ യൂണിവേഴ്സിറ്റികളിലും UGC PSCയിലും വിഷയ വിദഗ്ധനായും ക്വിസ് മാസ്റ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ അടക്കം നടത്തിയിട്ടുള്ള IAS കോച്ചിങ്, NET കോച്ചിങ് എന്നിവയുടെ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ മെമ്പറായും കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായും സൗത്ത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ്, കേരള ഹിസ്റ്ററി അസോസിയേഷൻ, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം എന്നിവയിലും പ്രവർത്തിച്ചു വരുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പ്രസിഡന്റായിരുന്നപ്പോൾ മുതൽ നാളിതുവരെ കേരള ഹിസ്റ്ററി അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഡൽഹി, കൊച്ചിയിൽ നടത്തിയ യൂറോപ്പ് ആൻഡ് സൗത്ത് ഏഷ്യ 500 വർഷം എന്ന അന്തർദേശീയ സെമിനാറിന്റെ കോർഡിനേറ്ററായും, മഹാരാജാസ് കോളേജിൽ UGC ICHR സഹായത്തോടെ നടത്തുന്ന നാഷണൽ സെമിനാറിന്റെ കോർഡിനേറ്ററായും പ്രവർത്തിച്ചു. കേരള ഹിസ്റ്ററി അസോസിയേഷൻ ICHR കിലയുമായി സഹകരിച്ച് നടത്തിയിട്ടുള്ള വിവിധ ദേശീയ സെമിനാറിന്റെയും സംഘാടകനുമായിരുന്നു ഇദ്ദേഹം. വിധി നിർണയ സമിതിയുടെ ജനറൽ കൺവീനറായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പത്രങ്ങളുടെ പങ്ക്, കൊച്ചി രാജ്യചരിത്രം, ഒരു പുനർവായന എന്നീ കൃതികളുടെ രചനയിലാണ് ഇദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ഗോപകുമാർ GS, തിരുവനന്തപുരം നരുവാമൂട് പ്രാവച്ചമ്പലം സ്വദേശി, മനഃശാസ്ത്രജ്ഞൻ, ഹോർട്ടിക്കൾച്ചറിസ്റ്റ്,
വിവിധ പ്ലാന്റേഷനുകളിലും റിസോർട്ടുകളിലും അഗ്രികൾച്ചറിസ്റ്റായും ഹോർട്ടികൾച്ചറിസ്റ്റായും പ്രവർത്തിച്ചു. കീടനാശിനി പരിപൂർണമായി ഒഴിവാക്കി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും വിവിധ NGOകളുമായി ചേർന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഡൽഹിയുടെ സഹകരണത്തോടെ അനേകം മഹിളകൾക്കും കൃഷിക്കാർക്കും പരിശീലനം കൊടുക്കുകയും മണ്ണിര കമ്പോസ്റ്റ്, ജൈവവളങ്ങൾ, ജൈവ കീടനിയന്ത്രണം എന്നുകൊണ്ട് എങ്ങനെ ആരോഗ്യപരമായി പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അനുബന്ധ കൃഷി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം എന്ന് തെളിയിക്കുകയും ചെയ്തു. ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും കീടനാശിനി ഉപയോഗം മൂലം ഉണ്ടാകുന്ന മറ്റു രോഗങ്ങളായ നാഡീ രോഗങ്ങൾ, ക്യാൻസർ, ഹോർമോൺ വ്യതിയാനങ്ങൾ തുടങ്ങിയവ എങ്ങനെ നിയന്ത്രിക്കാമെന്നും കണ്ടെത്തി. കുട്ടികളിൽ ഉണ്ടാകുന്ന പഠന വൈകല്യം, പരീക്ഷാഭയം, കൗമാര പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗം, മൊബൈൽ, മറ്റ് സൈബർ അഡിക്ഷൻ എന്നിവയ്ക്ക് ഫലപ്രദമായ രീതിയിൽ കൗൺസിലിംഗ്, മനഃശാസ്ത്രപരമായ തെറാപ്പി എന്നിവ നൽകിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ മുതിർന്നവരിൽ കണ്ടുവരുന്ന മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, മാനസിക നിലവാരം കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്നിവയ്ക്കും ഫലപ്രദമായ മാനസിക പിൻബലം നൽകി വരുന്നു. കുടുംബ കൗൺസിലിംഗ് നടത്തുന്നു. പ്രായാധിക്യം കൊണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുടെ അരികിലെത്തി വേണ്ട രീതിയിലുള്ള കരുതൽ നൽകി വരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് അവർക്ക് ആവശ്യമായ പിന്തുണ വിവിധ ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ സഹായത്തോടെ നടപ്പാക്കി വരുന്നു. പല സ്കൂളുകളിലും കോളേജുകളിലും ആവശ്യം വേണ്ടിവരുന്ന എല്ലാ മേഖലകളിലും വേണ്ടത്ര മാനസിക പിന്തുണ നൽകുകയും മൂല്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. ആരോഗ്യ മേഖലയിലെ സംഭാവന, കൃഷിപരമായ പുരോഗതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ബെസ്റ്റ് ഡീഡ് ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, വേൾഡ് പീസ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ, നേച്ചർ ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിക്കൽ റിസർച്ച് സയൻസ് ഫെഡറേഷൻ, ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ ശ്രേഷ്ഠ സേവാരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഫൈൻഡിങ് കാം വിത്തിൻ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. നിലവിൽ ഓട്ടിസത്തിന്റെ റിസർച്ച് ഭാഗമായി ഡൈവേഴ്സിറ്റി എന്ന ഇംഗ്ലീഷ് മാഗസിനിൽ ലേഖനം തയ്യാറാക്കി വരുന്നു. കൂടാതെ സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായി ആറ്റുകാൽ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം, SP മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പാറശാല, സ്മാർട്ട് മെഡിക്കൽ സെന്റർ കളിയിക്കാവിള എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. മനഃശാസ്ത്ര മേഖലയിലെ ശക്തമായ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ VTV ദാമോദരൻ കണ്ണൂർ പയ്യന്നൂർ സ്വദേശി. VTV എന്ന് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ മികവുറ്റ വ്യക്തിത്വം, ക്രിയാത്മക ജീവിതത്തിലേക്ക് സമന്വയിപ്പിക്കുന്ന ഒരു അപൂർവമായ നേട്ടത്തിന്റെ വക്താവാണ് ശ്രീ VTV ദാമോദരൻ. ഇന്ത്യൻ പ്രവാസികൾക്ക് UAE രണ്ടാമത്തെ ഭവനമാക്കി മാറ്റുന്നതിൽ 3 ദശാബ്ദത്തിലധികം നിർണായകമായ സംഭാവനകൾ നടത്തിവരുന്നു. ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ, സാംസ്കാരിക, മാനുഷികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. നിലവിൽ UAE പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻസി സംഘടനയായ PKF സീനിയർ കൺസൾട്ടന്റായി സേവനമനുഷ്ഠിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ളതും ആഗോള നേതാക്കളിൽ ഒരാളുമായ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പ്രചരിപ്പിച്ച മൂല്യങ്ങളുടെ തീക്ഷ്ണമായ അനുയായി എന്ന നിലയിൽ യുവതലമുറയിലേക്ക് ഗാന്ധിയൻ തത്വസംഹിതകളെ അതുപോലെ ആശയങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നതിനായി അബുദാബിയിൽ ഗാന്ധി സാഹിത്യവേദി എന്ന സംഘടന രൂപീകരിച്ചു. അവിടെ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചു. ഇന്ത്യൻ നയതന്ത്രകാര്യ വിദഗ്ധൻ അനാച്ഛാദനം ചെയ്ത പ്രതിമ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര മീഡിയയുടെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ഇന്ത്യൻ എംബസിയുടെ എൻട്രൻസിൽ ഒരു കൂറ്റൻ ചർക്കയെ സ്ഥാപിക്കാൻ കഴിഞ്ഞു. അബുദാബിയിലെ കേരളത്തിലുടനീളമുള്ള 100 കണക്കിന് ദരിദ്രരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകി വരുന്നു. UAE-ലും ഇന്ത്യയിലും ദുരിതമനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ അനേകം കുടുംബങ്ങൾക്ക് വർഷങ്ങളായി സുപ്രധാന സേവനങ്ങൾ നൽകി വരുന്നു. UAE-ൽ വിവിധ രാജ്യങ്ങളിലുള്ള മരണപ്പെട്ടു പോകുന്നവരുടെ മൃതദേഹങ്ങൾ സ്വദേശത്ത് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നിയമ നടപടികളിലും ഏകോപനം നിർവഹിക്കുന്നു. പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവാണ്. UAE-യുടെ രാഷ്ട്രപിതാവായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സെയ്ദ് BIB സുൽത്താൻ അൽ നിഹാന്റെയും UAE-ലെ മറ്റ് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കളുടെയും അഭിനന്ദനത്തിന് അർഹനായിട്ടുണ്ട്. നിരവധി അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങൾക്കും അർഹനാണ്. സാമൂഹ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ KP സജീവൻ, കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി. 40 വർഷമായി നാടകരംഗത്ത് പ്രവർത്തിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നാടകം എഴുതി തുടങ്ങി. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചെറിയ നാടകങ്ങൾ മത്സരവേദികളിൽ എഴുതി അവതരിപ്പിച്ചു. ആദ്യമായി എഴുതുന്ന വലിയ നാടകമായിരുന്നു ഒടുവിൽ ഒരു മോചനം. പിന്നീട് മുഴുവൻ സമയം നാടകരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. മിനി പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതി അവതരിപ്പിച്ചു. പൊട്ടൻ നാണുവിൻ്റെ കൊട്ടാരം, ഭാഗപത്രം, അസുരപർവൻ, ദേവരാഗം, കൊടിയേറ്റം എന്നിവ ശ്രദ്ധിക്കപ്പെട്ട നാടകങ്ങളായി. ചെറുതും വലുതുമായി 50-ൽ പരം നാടകങ്ങൾ എഴുതി. പേരാമ്പ്രയിലെയും പരിസരങ്ങളിലെയും കലാസമിതികളിൽ നാടകങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി. തുടർന്ന് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നാടക പ്രവർത്തനം വിപുലമാക്കി. പിന്നീട് കാവാലം നാരായണ പണിക്കർ, KJ ബേബി എന്നിവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. തുടർന്ന്
ഒറ്റയാൾ നാടകങ്ങൾ എഴുതി അവതരിപ്പിക്കാൻ തുടങ്ങി. ഒറ്റമുറിയിലെ മനുഷ്യൻ, പ്രകാശിന്റെ ജീവിതവും നാഴിയേരിയും എന്നീ ഒറ്റയാൾ നാടകങ്ങൾ സംസ്ഥാനം മുഴുവൻ അവതരിപ്പിച്ചു. കൂത്തുപറമ്പ് വെടിവയ്പിൽ 35 വർഷക്കാലം ഒരേ കിടപ്പ് കിടന്ന സഖാവ് പുഷ്പനെ വേദിയിൽ അവതരിപ്പിച്ച് പ്രേക്ഷകർക്കിടയിൽ അത്ഭുതം സൃഷ്ടിച്ചു. നിലവിലും വേദികളിൽ ഒറ്റയാൾ നാടകങ്ങൾ അവതരിപ്പിച്ചു വരുന്നു. പുത്തൂർ വെട്ടം UP സ്കൂളിൽ ആരംഭിച്ച കളിമുറ്റം നാടക ക്യാമ്പ് 4000-ലധികം സ്കൂളുകൾ പിന്നിട്ട് 25ാം വർഷത്തിലേക്ക് കടക്കുന്നു. സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായുള്ള നാടക തെറാപ്പി എന്ന നാടക സങ്കേതം ലോക നാടകവേദി ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങൾ, ന്യൂഡൽഹി, നോയിഡ, പൂന, അമേരിക്കയിലെ വാഷിംഗ്ടണിലെ കൾച്ചറൽ സെന്റർ എന്നിവിടങ്ങളിൽ നാടക തെറാപ്പി അവതരിപ്പിച്ചു. പിന്നീട് ഒരു ചികിത്സാ മാർഗമായി നാടക യോഗയും അവതരിപ്പിക്കുന്നു. മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള ഉജ്ജ്വലമായ അവതരണ ഭാഗമായിരുന്നു നാടക യോഗ. ക്യാമ്പസ് തിയേറ്റർ ഇൻ കോളേജ് എന്ന ക്യാമ്പിലൂടെ പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നാടക പരിശീലനം നൽകി വരുന്നു. വീട്ടുമുറ്റ നാടകങ്ങളിലൂടെ നാട്ടിൻപുറങ്ങളിൽ നഷ്ടമാകുന്ന നാടക ബോധങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒരു പ്രദേശത്ത് 10 വീടുകൾ കേന്ദ്രീകരിച്ച് ഒരു വീടിന്റെ മുറ്റത്ത് വെച്ചാണ് നാടകം കളിക്കുക. വീട്ടുമുറ്റ നാടക അവതരണത്തിൽ ശ്രദ്ധേയമായ നാടകമാണ് മുന്നാലാൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ നാടക തെറാപ്പി അമേരിക്കൻ തിയേറ്ററിൽ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഏഷ്യ ബുക്ക് റെക്കോർഡ്സ്, ഗിന്നസ് അധികൃതരുടെ അഭിനന്ദനം, വേൾഡ് ഡ്രാമ ബുക്സ് റെക്കോർഡ്, ലോക നാടക സർവേ 2000 റാങ്ക് ജേതാവ്, റോമിലെ സലേഷ്യൻ സർവകലാശാലയുടെ അംഗീകാരം, അമേരിക്കൻ തിയേറ്ററിന്റെ അംഗീകാരം, നൈജീരിയയിലെ അബാക്ക സർവകലാശാലയുടെ അംഗീകാരം, സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം, ഇങ്ങനെ ധാരാളം, അതുപോലെ തന്നെ ഗിരീഷ് കർണാട് പുരസ്കാരം തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വ സ്വാഗതം. ശ്രീ നാദം മുരളി, കണ്ണൂർ ജില്ലയിൽ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പാവന്നൂർ സ്വദേശി. 40 വർഷത്തോളമായി കലാപ്രവർത്തന രംഗത്ത് സജീവം. നൃത്തവേദികളിലും നാടകവേദികളിലും കീബോർഡ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്നതിനിടയിൽ തന്നെ നാടക അഭിനയം, സംവിധാനം, സംഗീത സംവിധാനം എന്നീ രംഗങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ നിരവധി നാടക സംവിധായകരുടെ നാടകങ്ങൾക്ക് പശ്ചാത്തല സംഗീതവും സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. 2005 മുതൽ 15 വർഷക്കാലം കണ്ണൂർ ചിന്മയ മിഷൻ സ്കൂളിൽ മ്യൂസിക് അധ്യാപകനായി പ്രവർത്തിച്ചു. 2004 സമിതി രൂപീകരിച്ച് അന്യം നിന്നു പോകുന്ന കലാരൂപമായ വിൽപ്പാട്ട് എന്ന തനത് കലാരൂപത്തിന് ആക്ഷേപഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിൽക്കലാമേള എന്ന പേരിൽ 100 കണക്കിന് വേദികൾ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രീതി നേടി. പിന്നീട് വിൽക്കലാമേള എന്ന കലാരൂപത്തിന് പുതിയ രംഗഭാഷ്യം കണ്ടെത്തിക്കൊണ്ട് മൾട്ടിവിഷ്വൽ വിൽക്കലാമേള കണ്ണൂർ സംഘകലയുടെ ബാനറിൽ അരങ്ങിലെത്തിച്ചു. കഥയ്ക്കും പാട്ടിനും ഹാസ്യത്തിനും പ്രാധാന്യം നൽകി ഒരുമിച്ച് വേദിയിലെ സ്ക്രീനിൽ കഥയുടെ ദൃശ്യങ്ങളും കൂടി ചേർന്ന് കാഴ്ചക്കാരന് നവ്യ അനുഭവം സമ്മാനിക്കുന്ന ഒന്നാണ് മൾട്ടിവിഷ്വൽ വിൽക്കലാമേള. ശ്രീ മുത്തപ്പൻ, ശരവണദേവൻ, ശ്രീ അയ്യപ്പൻ, ശ്രീ മുച്ചിലോട്ടമ്മ, കതിവന്നൂർ വീരൻ, കടത്തനാടൻ വീരപുത്രി എന്നീ മൾട്ടിവിഷ്വൽ വിൽക്കലാമേളകൾ കേരളത്തിനകത്തും പുറത്തുമായി 1000-ലധികം വേദികളിൽ അവതരിപ്പിച്ചു. നിരവധി ഷോർട്ട് ഫിലിമുകളിലും ഡോക്യുമെന്ററി ചിത്രങ്ങളിലും മ്യൂസിക് ആൽബങ്ങളിലും വേഷം ചെയ്യുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൊറോണ കാലത്ത് കയ്യുറപ്പാവുകളിലൂടെ ബോധവൽക്കരണം നടത്തി. പ്രശസ്തരായ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ അണിനിരുന്ന കാത്തിടാൻ കേരളത്തെ ബോധവൽക്കരണ ദൃശ്യാവിഷ്കരണത്തിന് സംഗീത സംവിധാനവും കാലോപനവും നിർവഹിച്ചത് ഏറെ ശ്രദ്ധ നേടി. ബൽറാം വേഴ്സസ് താരാദാസ്, സ്നേഹദൂത്, കള്ളൻ ബട്ടിയൻ, സ്റ്റേറ്റ് ബസ്, എങ്കിലും ചന്ദ്രിയെ, വെളുത്ത മധുരം, പൈതലാട്ടം, തിറയാട്ടം, അലീന, ശ്രീ മുത്തപ്പൻ എന്നീ സിനിമകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്തു. അഭയ, കള്ളൻ ബട്ടിയൻ എന്നീ സിനിമയ്ക്ക് വേണ്ടി ഗാനരചനയും സംഗീതവും ആലാപനവും നടത്തിയിട്ടുണ്ട്. 25 വർഷമായി മയിൽ കേന്ദ്രീകരിച്ച് നിരവധി കുട്ടികൾക്ക് കലാപരിശീലനം നൽകുന്ന നാദം കലാക്ഷേത്രത്തിന്റെ ഡയറക്ടറാണ്. സംസ്ഥാന കേരളോത്സവത്തിൽ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള സംഗീത നാട അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാനതല നാടൻപാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ജില്ലാ ശുചിത്വ മിഷനു വേണ്ടി നിരവധി ശുചിത്വ ബോധവൽക്കരണ നാടകങ്ങളും സംഗീത ശില്പങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്കച്ചൂടിനൊരു ഹരിതക്കുട എന്ന നാടകം ഏറെ ജനശ്രദ്ധ നേടിയതാണ്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ വിൽപ്പാട്ടുകളും ക്ലാസുകളും നടത്തിയിട്ടുണ്ട്. നെഹ്റു യുവ കേന്ദ്രയ്ക്ക് വേണ്ടി നിരവധി കുട്ടികളെ സംഘടിപ്പിച്ച് ജലസംരക്ഷണവുമായി ബന്ധപ്പെടുത്തി ദാഹജലം എന്ന നാടകം നിരവധി കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ചു. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വനവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി. പുഴയരികിൽ കണ്ടൽക്കാട് നട്ടുപിടിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. 2018 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, 2026 നവപുരം കലാകോവിദ അവാർഡ് പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കലയിലൂടെ സാമൂഹ്യ ബോധം വളർത്തുന്നതിനുള്ള പരിപാടികൾ നടത്തിയതിനുള്ള അംഗീകാരമായിട്ടാണ് ഭാരത് സേവക് ഉപഹാരം നൽകുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് വിജയമോഹൻ വി, കൊല്ലം കാവനാട് സ്വദേശി, അഭിഭാഷകൻ.
സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയിലും മറ്റു കോടതികളിലുമായി 32 വർഷത്തെ സേവനം. സുപ്രീം കോടതിക്ക് വേണ്ടി മധ്യസ്ഥൻ, സുപ്രീം കോടതി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പരിഭാഷകൻ, സുപ്രീം കോടതിയുടെ കേന്ദ്ര ഗവൺമെൻറ് പാനൽ കൗൺസിൽ അംഗം, സുപ്രീം കോടതി ബാർ അസോസിയേഷൻ അംഗം, YMCA അംഗം, ഫൈൻ ആർട്സ് സൊസൈറ്റി കൊല്ലം, കൊല്ലം കഥകളി ക്ലബ്, വൈസ്മെൻ കൊയിലോൺ മിഡ് ടൗൺ, ഫ്രണ്ട്സ് തരംഗം, കലാസാഹിത്യ സാംസ്കാരിക സംഘടന എന്നിവയുടെ ഇങ്ങനെയുള്ള വിവിധ സംഘടനകളിൽ അംഗമാണ്. സ്നേഹാദരവുകൾ ഉൾപ്പെടെ നിരവധി ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ധാരാളം കവിതകൾ, ലേഖനങ്ങൾ എന്നിവ എഴുതുന്നു. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു വരുന്നു. ഫ്രണ്ട്സ് തരംഗത്തിൻ്റെ നിയമ ഉപദേഷ്ടാവായും പ്രവർത്തിച്ചു വരുന്നു. നിയമമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അമ്പിളി ബാലചന്ദ്രൻ, കൊല്ലം പട്ടാഴി സ്വദേശി, ഹോളിസ്റ്റിക് വെൽനസ് കോച്ച്, ഹിപ്നോട്ടിക് കൗൺസിലിംഗ് കോച്ച്, റെയ്ക്കി ഗ്രാൻഡ് മാസ്റ്റർ. സാംസ്കാരിക സാമൂഹ്യ കലാരംഗത്തും സേവന മേഖലയിലും ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സാക്ഷരതാ മിഷൻ റിസോഴ്സ് പേഴ്സൺ, കുടുംബശ്രീ, CDS ADS ഡയറക്ടർ ബോർഡ് മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അധ്യാപിക, പ്രകൃതി സ്നേഹി, കർഷക, തത്വചിന്തക, ആത്മീയ പ്രഭാഷക എന്നീ രംഗത്തും ശ്രദ്ധേയാണ്. അമൃത വിശ്വവിദ്യാപീഠം കരുനാഗപ്പള്ളിയിൽ നിന്നും CLPTക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തെ മാനസിക സംഘർഷം, ആത്മഹത്യാ പ്രവണത, ടെൻഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സൗജന്യ കൗൺസിലിംഗ് സേവനത്തിലൂടെ പ്രായഭേദമന്യേ ബാല്യം മുതൽ വാർദ്ധക്യം വരെയുള്ളവരുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമഫലമായി സാധിച്ചിട്ടുണ്ട്. സഞ്ജീവനി ആദരവ് ലഭിച്ചു. പഠനവും തൊഴിലും വായനയും കലയും സാഹിത്യവും എഴുത്തും കുടുംബവും സേവനവും ഒരു പാഷനായി മുന്നോട്ട് പോകുന്നു. PCTA അതായത് പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ, ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ ഫോർ ദി തീം സെൻട്രൽ ഇൻറ്ററാക്ഷൻ, ഇന്റർനാഷണൽ RCA തുടങ്ങിയ സംഘടനകളുടെ മെമ്പറാണ്. കവിതാരചന, ക്ഷേത്രവും ഭക്തിയും യുക്തിയും, ഗാനം, കഥ, ലേഖനങ്ങൾ തുടങ്ങിയവ എഴുതിയിട്ടുണ്ട്. ഹേ മർത്യ, വെളിച്ചമാവാം, ചിതാകാശം, യൗവനത്തിൻ്റെ സ്നേഹപ്പൂക്കൾ, അമ്മ, പ്രണയപുഷ്പം എന്നിങ്ങനെ 40-ലധികം കവിതകൾ രചിച്ചിട്ടുണ്ട്. മഷിക്കൂട്ട് സർഗസാഹിത്യവേദി ആദരവും പുരസ്കാരവും ലഭിച്ചു. സംസ്കാരവേദി കവിതാ പുരസ്കാരം 2 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. വയലാർ രാമവർമ്മ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2025 തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വെച്ച് നടന്ന ദേശഭക്തി ഗാനാലാപത്തിൽ 1000 സിംഗേഴ്സ് ഉൾപ്പെട്ട അതിൽ ടാലൻറ്റ് റെക്കോർഡ് ബുക്ക്, വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് എന്നിവ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തക എന്നതിന് ആദരവ് ലഭിച്ചിട്ടുണ്ട്. കലാനിധി സെൻറ്റർ ഫോർ ആർട്സ് ശ്രീകൃഷ്ണാമൃതം സിൽവർ ജൂബിലി പുരസ്കാരവും സർട്ടിഫിക്കറ്റും പതക്കവും നൽകി ആദരിച്ചു. സ്വന്തമായി കോസ്മിക് ഹോളിസ്റ്റിക് വെൽനസ് സെൻറ്റർ എന്ന സ്ഥാപനത്തിലൂടെ വിദഗ്ധമായ പരിശീലനങ്ങളും കൗൺസിലിങ്ങും തെറാപ്പികളും സേവന പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. ഇതുവഴി ഒട്ടേറെ വ്യക്തികൾക്ക് പുതുചൈതന്യം കൊടുത്ത ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. മ്യൂസിക് തെറാപ്പി, ധ്യാന പരിശീലനം, യോഗ എന്നിവയും നൽകി വരുന്നു. കൗൺസിലിംഗ് മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി CK രാജം, എറണാകുളം പള്ളുരുത്തി സ്വദേശി, കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ രക്ഷാധികാരി, പള്ളുരുത്തിയിലെ ശ്രീനാരായണഗുരു സ്ഥാപിച്ച ഹൈസ്കൂളിൽ അധ്യാപികയായി തുടക്കം. 2001 പ്രിൻസിപ്പാലായി. അധ്യാപന ലോകത്ത് നിന്ന് വിരമിച്ചതിന് ശേഷവും കുട്ടികളുടെ വിദ്യാഭ്യാസ അച്ചടക്കത്തിനും ബുദ്ധിവികാസത്തിനുമായി ജോലി ചെയ്തുകൊണ്ട് ശമ്പളത്തുക കുട്ടികളുടെ ക്ഷേമകാര്യങ്ങൾക്കായി നൽകുന്നു. കുട്ടികൾക്ക് ട്യൂഷനും പരീക്ഷാ വിജയികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി വരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെയും നിത്യ ചൈതന്യ യതിയുടെയും ആശയാദർശങ്ങൾ തൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ടീച്ചർ ധാർമ്മിക മൂല്യങ്ങൾക്ക് വലിയ പ്രസക്തി നൽകിക്കൊണ്ട് തൻ്റെ പൊതുജന സേവനം മുന്നോട്ട് നയിക്കുന്നു. കൊച്ചിയിലെ മലയാള സാഹിത്യവിദ്യ സമാജം എഴുത്തുകാരിക്കുള്ള ആദരവ് നൽകി ആദരിച്ചു. 8000-ഓളം വരുന്ന സ്കൂൾ കുട്ടികൾ ടീച്ചറമ്മ എന്ന നാമത്തിൽ ആദരവ് നൽകി. മികച്ച അധ്യാപികയും എഴുത്തുകാരിയുമായി CSA അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൊച്ചി പൗരാവലിയുടെ മികച്ച അധ്യാപിക പുരസ്കാരം കൂടാതെ പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര പുരസ്കാരവും ലഭിച്ചു. ടീച്ചറമ്മ, പ്രിയപ്പെട്ട കാലം, സ്നേഹച്ചൂരൽ, ഗുരു, നിത്യചൈതന്യം ഞാനും എന്ന തൻ്റെ കൃതികൾക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അധ്യാപിക എന്ന നിലയിൽ കാഴ്ചവെച്ചിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഗിരിജ രാധാകൃഷ്ണൻ, പാലക്കാട് തേൻകുറിശി സ്വദേശി, സംരംഭക. കേരളത്തിൻ്റെ പാരമ്പര്യ കലാരൂപങ്ങളും നെൽക്കതിർ കൈത്തറി ഉൽപ്പന്നങ്ങളും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംരംഭകയാണ്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ തോതിലുള്ള ഓഫ്ലൈൻ വിൽപ്പനയുടെ തുടക്കം കുറിച്ച ഈ സംരംഭം ഇന്ന് ഓൺലൈൻ, ഓഫ്ലൈൻ മേഖലകളിൽ ഒരുപോലെ ശ്രദ്ധ നേടിയ ശക്തമായൊരു ബ്രാൻഡായി വളർന്നിരിക്കുന്നു. ഖദർകുല ക്രാഫ്റ്റ് എന്ന സ്ഥാപനം കേരളത്തിൻ്റെ പൈതൃകവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു വരുന്നു.
കതിർക്കുല, നെൽമണി തോരണങ്ങൾ, നെറ്റിപ്പട്ടം, തിടമ്പ്, ആലവട്ടം, ഫോട്ടോ ഫ്രെയിമുകൾ, ഹോം ഡെക്കറേഷൻ ഉൽപ്പന്നങ്ങൾ, വിവാഹ വാർഷിക ജന്മദിന സമ്മാനങ്ങൾ, ക്ഷേത്ര അലങ്കാര നിർമ്മിതികൾ എന്നിവ പ്രധാന ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുന്നു. കേരളത്തിൻ്റെ പാരമ്പര്യ കൃഷി സംസ്കാരത്തെയും ക്ഷേത്ര കലാരൂപങ്ങളെയും അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്താണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ. ഇതുവരെ 5000-ലധികം ഉൽപ്പന്നങ്ങൾ വിജയകരമായി വിൽക്കാൻ കഴിഞ്ഞത് സംരംഭ വിജയത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. കഴിഞ്ഞ 4 വർഷങ്ങളായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഇന്ത്യ മുഴുവനും വിദേശ രാജ്യങ്ങളുമായി ഉൽപ്പന്നങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തനങ്ങൾ ദ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ നിരവധി വാർത്താ ചാനലുകളിൽ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ സംരംഭത്തിന് വ്യാപകമായ ശ്രദ്ധയും അംഗീകാരവും ലഭ്യമായി. കേരളത്തിൻ്റെ പാരമ്പര്യ കലകളെ സംരക്ഷിക്കുന്നതിനായി നടത്തിയ നിരന്തര പ്രയത്നങ്ങൾ ധാരാളം പേരുടെ പ്രശംസ നേടിയിട്ടുണ്ട്. പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത ചിത്തിനി എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ ഗാനചിത്രീകരണത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കപ്പെട്ടു. കതിർക്കുല നിർമ്മാണത്തിന് ആവശ്യമായ നെൽകൃഷി ഏകദേശം 4 ഏക്കർ ഭൂമിയിൽ സ്വന്തമായി കൃഷി ചെയ്തു വരുന്നു. ഇതോടൊപ്പം 10 വനിതകൾക്ക് സ്ഥിരമായ തൊഴിൽ അവസരവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടമ്മമാരെയും ഗ്രാമീണ വനിതകളെയും കൈത്തറി മേഖലയിൽ പരിശീലിപ്പിച്ച് സ്വയം തൊഴിലിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പാരമ്പര്യ കലകളെ ആധുനിക ഹോം ഡെക്കർ ആശയങ്ങളുമായി സമന്വയിപ്പിച്ച് പുതിയ തലമുറയിലേക്ക് എത്തിക്കുകയാണ് പ്രഥമ ലക്ഷ്യം. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പരിരക്ഷിക്കുന്നതിനോടൊപ്പം കൂടുതൽ വനിതകൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കാനും കൈത്തറി ഉൽപ്പന്നങ്ങളെ ദേശീയ അന്തർദേശീയ വേദികളിൽ അഭിമാനമായി അവതരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. കഠിനാധ്വാനം, ആത്മവിശ്വാസം, പൈതൃക സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം എന്നിവ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. സംരംഭക എന്ന നിലയിൽ ആർജിച്ചിട്ടുള്ള കഴിവുകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഉപഹാരം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് എസ് കെ സുരേഷ്, തിരുവനന്തപുരം കിളിമാനൂർ പോങ്ങനാട് സ്വദേശി. 1983 കൃഷി വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറായിരിക്കെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി. കൂടാതെ കൃഷി വകുപ്പിന് കീഴിലുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാനേജിംഗ് ഡയറക്ടറായിരിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോടതികളിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്നു. നിലവിൽ കന്യാകുമാരിയിലെ ജോയ് യൂണിവേഴ്സിറ്റിയിൽ മാനേജ്മെൻറ്റ് പഠനത്തിൽ ഗവേഷണം നടത്തുന്നു. തെറ്റിമന്ദാരം, നാട്ടുപൂക്കളും നാടൻ പഴങ്ങളും, നാം അറിയുന്ന നാട്ടുപൂക്കൾ, പഴങ്ങളുടെ പർദീസ, ശ്രീനാരായണ ഗുരു ജീവിത ഏടുകൾ, കുമാരനാശൻ കവിതയും ജീവിതവും, അയ്യങ്കാളി ജീവിത നിഴൽപ്പാടുകൾ എന്നിവയാണ് പ്രധാന കൃതികൾ. കാർഷിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി കാർഷിക ക്യൂസ് ഉൾപ്പെടെ നിരവധി കാർഷിക ഗ്രന്ഥങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കർഷക മിത്ര, MB അപ്പൻ പുരസ്കാരം, പുനലൂർ ബാലൻ സ്മാരക പ്രതിഭാ പുരസ്കാരം, സാഹിത്യശ്രേഷ്ഠ പുരസ്കാരം, കർഷക ദീപ്തി എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. ഇപ്പോൾ സാമൂഹ്യ സാംസ്കാരിക കാർഷിക മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജീവചരിത്ര അക്കാദമിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. കാർഷിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശശികുമാർ TP, മലപ്പുറം എടപ്പാൾ സ്വദേശി, ആർട്ടിസ്റ്റ്, പരസ്യകല, ചിത്രകല എന്നീ മേഖലകളാണ്. ഗായകൻ, അഭിനേതാവ്, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഇലക്ട്രിക്കൽ വർക്കർ, ജനകീയാസൂത്രണ പദ്ധതിയുടെ റിസോഴ്സ് പേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. സാമൂഹ്യ സേവന രംഗത്ത് 30 വർഷത്തിലധികമായി സജീവം. പ്രദേശത്തെ ജനക്ഷേമ കാര്യങ്ങളിൽ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. ചെറുപ്പകാലം മുതൽ ചിത്രകല, മ്യൂസിക് രംഗത്ത് പ്രവർത്തനങ്ങൾ തുടങ്ങി. സ്കൂൾ, കോളേജ് തലങ്ങളിലും പുറത്തും വേദികളിൽ പ്രതിഭ തെളിയിച്ചു. പൊതുപ്രവർത്തനത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടേതായ വിഷയങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനായി അതാത് മേഖലകളിൽ ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിനായി പ്രവർത്തിക്കുന്നു. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ബന്ധപ്പെടേണ്ടതായ സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടി ബന്ധപ്പെടുകയും ലഭിക്കില്ലെന്ന് കരുതിയ പല സർട്ടിഫിക്കറ്റുകളും കുട്ടികൾക്ക് വേണ്ടിയും റേഷൻ കാർഡ് പോലെയുള്ള രേഖകളിൽ പ്രശ്നമുള്ളവ ഏറ്റെടുത്ത് അവ ശരിയാക്കി കൊടുക്കുകയും അവശരായ രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും വസ്തുപരമായ തർക്കങ്ങളിൽ ഇടപെട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അവ പരിഹരിക്കുകയും ചെയ്യുന്നു. ജീവകാരുണ്യ വിഷയങ്ങളിൽ ആളുകൾക്ക് ആശുപത്രി കാര്യങ്ങളിൽ സഹായങ്ങൾ നൽകുകയും നിരവധി തവണ രക്തദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പ്രളയകാലത്തും കോവിഡ് കാലഘട്ടത്തിലും ആളുകളെ പരിരക്ഷിക്കുന്നതിലും സാമൂഹ്യ അടുക്കള പോലെയുള്ള ജനകീയ സഹായരംഗത്തും വ്യക്തിപരമായും ഗ്രാമപഞ്ചായത്തുമായി ചേർന്നുകൊണ്ടും കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കലാസാംസ്കാരിക രംഗത്ത് ടാസ്ക് കലാസമിതിയിലൂടെ പ്രദേശത്ത് സാംസ്കാരിക പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രയത്നിച്ചു. എടപ്പാളിൽ ഭാവന ആർട്സ് എന്ന സ്ഥാപനം നടത്തി പരസ്യ ചിത്രകലാ രംഗത്ത് നിരവധി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പുലി എന്ന തമിഴ് ചിത്രത്തിനും എന്ന് നിന്റെ മൊയ്തീൻ, സ്കൂൾ ബസ് തുടങ്ങിയ ചില സിനിമകൾക്കും
കലാസംവിധാന രംഗത്ത് സഹായിയായി പ്രവർത്തിക്കാനും സാധിച്ചു. സാഗ് എടപ്പാൾ, ഗുരുവായൂർ ഡ്രീംസ്, തൃശൂർ കലാകൈരളി തുടങ്ങിയ മിമിക്സ് ട്രൂപ്പുകളിൽ ഗായകനായി പ്രവർത്തിച്ചു. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി ജനങ്ങൾക്കായി സർക്കാർ മേഖലയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുത്തു. പൊന്നാനി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ SC പ്രൊമോട്ടറായി എടപ്പാൾ പഞ്ചായത്തിലെ SC വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട നിരവധി ആനുകൂല്യങ്ങൾ ഭവന നിർമ്മാണത്തിലും ചികിത്സാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അവർക്ക് ലഭ്യമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനം നടത്തി. ഇതിന്റെ ഭാഗമായി മികച്ച SC പ്രൊമോട്ടർ പ്രവർത്തനത്തിന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും പുരസ്കാരം ലഭിച്ചു. കേരള പരസ്യ കലാസമിതിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ബറൂർ AUP സ്കൂളിൽ PTA വൈസ് പ്രസിഡന്റുമാണ്. ഗ്രാമപഞ്ചായത്ത് വർഷം തോറും നടത്തുന്ന ഓണാഘോഷ പരിപാടിയിൽ സ്റ്റിൽ മോഡൽ നിർമ്മാണ നേതൃത്വം ഏറ്റെടുത്ത് നടത്തുന്നു. മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ഷോർട്ട് ഫിലിം അഭിനയത്തിന് പുരസ്കാരം ലഭിച്ച SC പ്രൊമോട്ടർ ആണ്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുധീർ KM, കണ്ണൂർ പയ്യന്നൂർ സ്വദേശി, കഥകളി, ചെണ്ട, ഇടയ്ക്ക തുടങ്ങിയവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. സ്കൂൾ മേളകളിൽ ചെണ്ടയിലും കഥകളി വേഷത്തിലും നിറഞ്ഞു നിന്നു. 8ാം ക്ലാസ് മുതൽ പയ്യന്നൂർ പഞ്ചവാദ്യ സംഘത്തിനോടൊപ്പം പ്രൊഫഷണൽ വാദ്യരംഗത്തെ പ്രതിഭയായി. സ്കൂൾ പഠനകാലത്ത് തന്നെ കൂട്ടുകാരെ ചെണ്ട പഠിപ്പിക്കാനുള്ള താല്പര്യം കാണിച്ചു. നിരവധി കലാകാരന്മാർക്കൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 5700-ൽ പരം കുട്ടികളെയും മുതിർന്നവരെയും ആൺ പെൺ ജാതി ഭേദമന്യേ ചെണ്ട പരിശീലിപ്പിച്ചു. തൽഫലമായി തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര കോട്ടുംപുറത്ത് വെച്ച് വാദ്യാചാര്യ ബഹുമതിയും പട്ടുമളയും ലഭിച്ചു. കേരളത്തിനകത്തും ഗൾഫ് രാജ്യങ്ങൾ, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ വേദികളിലും മേളവും പഞ്ചവാദ്യവും അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. തൃശൂർ പൂരം, നെന്മാറ വേല തുടങ്ങിയ മികച്ച വേദികളിലും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ കൂടെ പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പയ്യന്നൂർ പഞ്ചവാദ്യ സംഘം സെക്രട്ടറി, ക്ഷേത്ര വാദ്യകലാ അക്കാദമി പയ്യന്നൂർ മേഖലാ സെക്രട്ടറി, പ്രസിഡന്റ്, ജില്ലാ ഭാരവാഹി, ക്ഷേത്രകാര്യ സമിതി ഭാരവാഹി എന്നീ നിലകളിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം വാദ്യാചാര്യ സ്ഥാനപ്പേരും പട്ടുമളയും, രാജാ രവിവർമ്മ പുരസ്കാരം, ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റ് പുരസ്കാരം, യുവ പ്രതിഭ പുരസ്കാരം തുടങ്ങി 300-ലധികം ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. കൃഷിയിൽ തൽപരനാണ്. തെങ്ങ് കയറ്റം, കമുകയറ്റം, റബ്ബർ ടാപ്പിംഗ്, മെഷീൻ ഉപയോഗിച്ച് കാടുവെട്ടൽ, മരം മുറിക്കൽ തുടങ്ങിയവയിലും കഴിവുള്ള വ്യക്തിയാണ്. നിരവധി പേരെ പ്രതിഫലേച്ഛയില്ലാതെ ചെണ്ട പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. വാദ്യ രംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സ്മിത S. നായർ, പത്തനംതിട്ട അയിരൂർ സ്വദേശി, ചെറുപ്പം മുതൽ യോഗാഭ്യാസത്തിൽ ആഴമായ അഭിരുചിയോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആസനം, പ്രാണായാമം എന്നീ ശാരീരിക അഭ്യാസങ്ങൾക്ക് അതീതമായി യോഗയുടെ ആത്മീയവും അനുഭവാത്മകവുമായ സത്തയെ അറിയുവാനും ആചരിക്കുവാനും നിരന്തരം ശ്രമിച്ചു വരുന്നു. വിവിധ ആശ്രമങ്ങളിലെയും സർവകലാശാലകളിലെയും പഠനാനുഭവങ്ങളിലൂടെ യോഗയെ ഒരു സമഗ്ര ജീവിത ദർശനമായി സമീപിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ, സബ്ജക്ട് ടീച്ചർ എന്നീ ഉത്തരവാദിത്തമുള്ള പദവികളിൽ പ്രവർത്തിച്ച ശേഷം യോഗാധ്യാപനത്തിനും യോഗ സേവനത്തിനുമായി ജീവിതം സമർപ്പിച്ചു. 6 വർഷത്തിലേറെയായി വേദപഠനത്തിൽ സജീവമായി മുന്നേറുന്നു. 17 വർഷത്തിനു മേലെ യോഗ അധ്യാപിക എന്ന റോളിൽ പ്രവർത്തിക്കുന്നു. SRC പത്തനംതിട്ട നടത്ത യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ അക്കാഡമിക് കോർഡിനേറ്ററാണ്. GAD റാന്നി അങ്ങാടിയിൽ യോഗ ഇൻസ്ട്രക്ടറായും സേവനമനുഷ്ഠിക്കുന്നു. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ യോഗ പരിശീലക, യോഗ തെറാപ്പിസ്റ്റ്, യോഗ കൗൺസിലർ തുടങ്ങിയ സേവനങ്ങളും ചെയ്തു വരുന്നു. പ്രണതി സ്കൂൾ ഓഫ് യോഗ വെള്ളിയറയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. നാഷണൽ സ്റ്റേറ്റ് യോഗ റഫറിയാണ്. യോഗയുടെ ആരോഗ്യപരവും ആത്മീയവുമായ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നു. യോഗ, ആത്മീയത, ആരോഗ്യബോധം, ആത്മവിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും പഠനങ്ങളും നടത്തുന്നു. നാഷണൽ ആയുഷ് മിഷൻ പത്തനംതിട്ടയുടെ അപ്രീസിയേഷൻ ആൻഡ് ഓണർ, NSS പ്രാദേശിക യൂണിയൻ യോഗ തെറാപ്പി രംഗത്തെ അംഗീകാരം, യുവത സ്കൂൾ ഓഫ് യോഗ കോട്ടയത്തിൻ്റെ എക്സലൻസി അവാർഡ്, NSS തിരുവല്ല താലൂക്ക് യൂണിയൻ്റെ അംഗീകാരം, ലിംഗ ബുക്ക് ഓഫ് അവാർഡ് എന്നിങ്ങനെ ധാരാളം അവാർഡുകൾ ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. യോഗാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ വിവിധ പ്രായവിഭാഗങ്ങളിലേക്കും യോഗയുടെ ആരോഗ്യപരവും ആത്മീയവുമായ മൂല്യങ്ങൾ എത്തിക്കുന്നതിനായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരുന്നു. യോഗ, വേദപഠനം, ആത്മവിദ്യ, സ്വാധ്യായം എന്നിവ സമന്വയിപ്പിച്ച് സമൂഹത്തിന് പ്രചോദനമായ സേവന പ്രവർത്തനങ്ങൾ തുടരുക എന്നതാണ് പ്രധാനമായി ഈ യോഗയിലൂടെ ലക്ഷ്യമിടുന്നത്. യോഗ പരിശീലന രംഗത്തെ മികവുകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ MT ശങ്കരൻകുട്ടി, പാലക്കാട് മേലൂർ സ്വദേശി, ഇന്ത്യൻ ആർമിയിൽ 26 വർഷം സേവനം അനുഷ്ഠിച്ചുകൊണ്ട് നായിക് സുബേദാറായി റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഗവൺമെൻറ് ഇന്ത്യ ലിമിറ്റഡിൽ ജോലി ചെയ്യുന്നു. ആത്മീയ ആചാര്യനും പ്രഭാഷകനും സോപാന സംഗീത കലാകാരനുമാണ്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ 5 വർഷം മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ കൂടെ സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷവും തൻ്റെ സ്വന്തം നാട്ടിലെ സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിലും പരിഷ്കരിക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. സോപാന സംഗീതത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡും ബഹുവിധ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. ആത്മീയ പ്രഭാഷകൻ എന്ന നിലയ്ക്ക് അനവധി പുരസ്കാരങ്ങളും ഈ വർഷത്തെ സൂര്യയാഗ പുരസ്കാരവും ലഭിച്ചു. സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ MA റഹീം, തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി, കേരള വ്യാപാരി വ്യവസായ സമിതി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി 13 വർഷവും സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലയിൽ വിവിധ കാലഘട്ടങ്ങളിൽ 25 വർഷവും പ്രവർത്തിച്ചു. വ്യാപാരി സമൂഹത്തിന് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് വായ്പ ലഭ്യമാക്കുവാനും പെൻഷൻ പദ്ധതി നടപ്പിലാക്കുവാനും ശ്രമിച്ചു. ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ മന്ത്രിസഭാ കാലയളവിൽ 2 ടേൺ ക്ഷേമ ബോർഡ് അംഗമായിരുന്നു. മികച്ച മാധ്യമ പ്രവർത്തനം കൂടിയാണ്. വ്യാപാരി വ്യവസായികളുടെ സാർവത്രിക ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പതിറ്റാണ്ട് കഠിനാധ്വാനം ചെയ്തു വരുന്നു. തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ശബ്ദതരംഗം എന്ന വ്യാപാരി വ്യവസായി സാമൂഹ്യ വാർത്താമാസികയുടെ ചീഫ് എഡിറ്റർ കൂടിയാണ്. ചരിത്ര പ്രാധാന്യമുള്ള തിരുവനന്തപുരം ബാലരാമപുരം എന്ന ദേശത്ത് ഒരു പുരാതന മുസ്ലിം തറവാട്ടിൽ ജനിച്ച ഇദ്ദേഹം നാട്ടിനും നാട്ടുകാർക്കും തൻ്റെ ജീവിതത്തിൻ്റെ സാർവത്രികമായ സമയവും കഴിവും സാമൂഹ്യക്ഷേമത്തിനും ജനാഭിവൃദ്ധിക്കും മാറ്റിവെച്ചുകൊണ്ട് സാമൂഹ്യ സേവന രംഗത്ത് നിലനിൽക്കുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മഹേന്ദ്രൻ ആചാരി R, തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി, 18 വയസ്സ് മുതൽ രക്തദാനം നടത്തിവരുന്നു. ആദ്യകാലങ്ങളിൽ 6 മാസത്തിലൊരിക്കലാണ് നടത്തിയത്. അതിനുശേഷം 3 മാസത്തിലൊരിക്കൽ രക്തദാനം നൽകുന്നു. കേരള പോലീസിൻ്റെ പോൾ ബ്ലഡ് വഴിയും കേരള ആരോഗ്യ വകുപ്പിൻ്റെ ബ്ലഡ് ബാങ്ക് വഴിയും രക്തദാന ക്യാമ്പ് വഴിയും കൂടാതെ ബ്ലഡ് ഡൊണേറ്റ്സ് കേരള ചാരിറ്റി സൊസൈറ്റി വഴിയും പ്രധാനമായും രക്തദാനം നടത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വ്യത്യസ്തമായ പല ഹോസ്പിറ്റലുകളിലും സേവനം നൽകി വരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയിലും തമിഴ് വിശ്വകർമ്മ സമൂഹം എന്ന സംഘടനയിലും പ്രവർത്തിക്കുന്നു. വിശ്വകർമ്മ മാട്രിമോണി എന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മ ആരംഭിച്ചു. സംസ്ഥാന തലത്തിൽ അതിൻ്റെ പ്രവർത്തനം നടത്തി വരുന്നു. ഈ പ്രവർത്തനം തികച്ചും സൗജന്യ സേവനമാണ് നൽകുന്നത്. കൂടാതെ ഒരു കൂട്ടം പ്രവർത്തകരെ അനുയോജിപ്പിച്ചുകൊണ്ട് സുഹൃത്ത് സമിതി രൂപം കൊടുക്കുകയും നിരവധി സഹായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ വെൽഫെയർ സംഘം എന്നൊരു സംഘടനാ ക്ലബ്ബ് രൂപീകരിച്ച് ചികിത്സാ സഹായം, നിർദ്ധനരായ രോഗികളെ സഹായിക്കൽ, രക്തദാന ക്യാമ്പ്, സ്നേഹ പൊതിച്ചോറ് എന്നീ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സാനു അമ്പാടി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു. ഫൗണ്ടേഷന് ചാരിറ്റി ട്രസ്റ്റിൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നു. 4 സ്കൂളുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി വരുന്നു. സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങൾക്കും പൂന്തോട്ടം, പച്ചക്കറിത്തോട്ടം എന്നിവ നിർമ്മാണത്തിനും അതിനെ പരിപാലിക്കുന്നതിനു വേണ്ടിയുള്ള ചാരിറ്റി പ്രവർത്തന ഫണ്ടുകളും നൽകി വരുന്നു. അതുപോലെ ഹീര എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രവർത്തനങ്ങളിലും ഈ ട്രസ്റ്റ് അതിൻ്റെ പല പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്നു. നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്നു. വിവിധ സാമൂഹ്യ സംഘടനകൾ, കേരള ആരോഗ്യവകുപ്പ്, മറ്റ് സന്നദ്ധ സംഘടനകൾ, ഓൾ കേരള വിശ്വകർമ്മ സമൂഹം, മറ്റ് സമൂഹത്തിലെ സംഘടനകൾ, വ്യക്തികൾ എന്നിവയിൽ നിന്നെല്ലാം അനുമോദനങ്ങളും അവാർഡും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ MR അരവിന്ദൻ, കൊല്ലം ചവറ സ്വദേശി, 1977 മുതൽ കരടികളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. കരടിയായും വേട്ടക്കാരനായും വേഷമിടുകയും പാട്ടുകൾ പാടുകയും ചെയ്തിട്ടുണ്ട്. പാടശേഖരങ്ങളിൽ നിന്നാണ് കരടികളിയുടെ ഉത്ഭവം എന്ന് കരുതുന്നു. 80കൾ മുതൽ സ്വന്തമായി കരടിപ്പാട്ടുകൾ എഴുതി തുടങ്ങി. നിലവിൽ 25ൽ പരം പാട്ടുകൾ രചിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്യം നിന്ന് പോകുന്ന കരടികളി, വില്ലടിച്ചാമ്പാട്ട് തുടങ്ങിയ കലാരൂപങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ പന്മന മിത്രം നാട്ടുകൂട്ടം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. സ്കൂൾ കുട്ടികൾക്ക് കരടികളിയും പാട്ടും പഠിപ്പിക്കുന്നു. സ്കൂൾ തലം മുതൽ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു. വിവിധ നാടക സമിതികളുടെ നാടകങ്ങളിൽ അഭിനയിക്കുകയും നാടകഗാനങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്കായി നിരവധി നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസരം എന്ന മാസിക പ്രസിദ്ധീകരിക്കുകയും ഇതിൻ്റെ മാനേജിംഗ് എഡിറ്ററായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇക്കീസ്, അത്താണി തുടങ്ങിയ ഷോർട്ട് ഫിലിമുകൾക്ക് കഥ എഴുതുകയും അഭിനയിക്കുകയും ചെയ്തു. കരടികളിൽ നിന്നുള്ള വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത്. KPCC സംസ്കാര സാഹിതിയുടെ ചവറ അസംബ്ലി മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗവും പന്മന മണ്ഡലം ചെയർമാനുമാണ്.
സ്നേഹക്കൂട്ടം വടക്കുന്തല, ദർശന കലാവേദി, ഫ്രണ്ട്സ് തരംഗം എന്നീ സംഘടനകളുമായി ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുക, മാലിന്യ നിർമ്മാർജ്ജനം, ജൈവകൃഷി പ്രോത്സാഹനം, പരിസര ശുചീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും പഞ്ചായത്ത് കമ്മിറ്റികളുമായി ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുക, വെളിച്ചമില്ലാത്ത ഇടങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കുക, ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുക, അഭയകേന്ദ്രങ്ങളിൽ സന്ദർശിച്ച് സഹായങ്ങൾ നൽകുക തുടങ്ങിയ പരിപാടികളിലും സജീവമാണ്. ഫ്രണ്ട്സ് തരംഗം തുടങ്ങി വിവിധ ഗ്രന്ഥശാലകൾ, സാംസ്കാരിക സംഘടനകൾ എന്നിവയിൽ നിന്നും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് തരംഗത്തിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. കലാ സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബബിൽനാഥ് PG, തൃശൂർ മണലൂർ സ്വദേശി, അധ്യാപകൻ, കലാകാരൻ. ബബിൽനാഥ് മണലൂർ എന്ന പേരിൽ സുപരിചിതനാണ്. തൃശൂർ നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. സ്പോർട്സിലൂടെയും അച്ചടക്കത്തിലൂടെയും യുവതലമുറയെ വാർത്തെടുക്കാൻ മുൻകൈ എടുക്കുന്നു. കേരളത്തിൻ്റെ പരമ്പരാഗത കലാരൂപങ്ങളുടെ ഒരു മികച്ച പെർഫോമർ കൂടിയാണ്. ജനങ്ങളെ ഹാസ്യത്തിലൂടെയും കഥാവിഷ്കാരത്തിലൂടെയും ആകർഷിക്കുന്ന ഓട്ടൻതുള്ളൽ കലാകാരനാണ്. കേരളത്തിൻ്റെ തനത് വാദ്യോപകരണങ്ങളായ മൃദംഗം, ഇടയ്ക്ക എന്നിവയിലും പ്രാവീണ്യമുണ്ട്. തൻ്റെ താളത്തിലൂടെയും കലയിലൂടെയും പുതുതലമുറയിലേക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പകർന്നു നൽകാൻ ശ്രദ്ധിക്കുന്നു. തൃശൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. ജില്ലയിലെ ഗുസ്തി, മാർഷൽ ആർട്സ് എന്നിവയുടെ വികസനത്തിനായി വലിയ സംഭാവനകൾ നൽകി വരുന്നു. ജൂഡോയിൽ സ്പെഷ്യലിസ്റ്റാണ്. ഒട്ടനവധി കായിക താരങ്ങൾക്ക് ധൈര്യത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകുന്ന മികച്ചൊരു മെൻറ്റർ കൂടിയാണ്. നേതൃപാഠവത്തിനും സേവനത്തിനുമുള്ള അംഗീകാരമായി മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൽ നിന്നും അദ്ദേഹം പ്രസിഡന്റ് സ്കൗട്ട്സ് അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കോവിഡ് കാലത്തെ ഓൺലൈൻ പഠന ബുദ്ധിമുട്ടുകൾക്കിടയിൽ വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണയുമായി ഒപ്പം നിന്നു. സൈക്കിളിൽ സഞ്ചരിച്ച് കുട്ടികളുടെ വീടുകളിൽ നേരിട്ടെത്തി അവരെ പ്രചോദിപ്പിച്ചിരുന്നു. കലാമേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ VD രാജേഷ്, കൊച്ചി സ്വദേശി, കഴിഞ്ഞ 30 വർഷമായി സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ നിർമ്മാണ മേഖലയിൽ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ആധുനികതയും പരിഷ്കാരങ്ങളും ചേർത്തിണക്കിക്കൊണ്ട് പുതിയ ഒരു ദിശയിലേക്ക് പന്തൽ നിർമ്മാണ ശൈലിയെ മാറ്റിയെടുത്തു. പ്രശസ്ത ക്ഷേത്രങ്ങൾ, പള്ളികൾ, കല്യാണ പന്തലുകൾ, രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ വിവിധ കലാപരിപാടികൾക്കുള്ള സ്റ്റേജ് അലങ്കാരങ്ങൾ എന്നിവയിലെല്ലാം വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളോടെ കണ്ണുകൾക്ക് ദൃശ്യവിസ്മയം തീർത്തതിന് നിരവധി അംഗീകാരങ്ങളും ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. മികച്ച സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ എന്നതിൻ്റെ പേരിലാണ് ഈ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ ഒപ്പം തൊഴിൽ ചെയ്യുവാൻ തയ്യാറായിക്കൊണ്ട് പഠനകാലത്ത് ആരംഭിച്ച ഈ പ്രയാണം 25 വർഷം പിന്നിട്ടപ്പോൾ തൻ്റെ സംരംഭത്തിൻ്റെ വളർച്ചയിൽ പങ്കാളികളായ 14 കുടുംബങ്ങൾക്കും അനുബന്ധ മേഖല നവീകരിക്കുന്ന 100ലധികം തൊഴിലാളികൾക്കും തൊഴിൽദാതാവും അവരുടെ രക്ഷിതാവുമായി മാറിക്കഴിഞ്ഞു. വർഷങ്ങളായി അച്ഛൻ നൽകിയ 70 രൂപ കൂലിയിൽ നിന്നും 20 രൂപ മിച്ചം സംഭരിച്ചുകൊണ്ട് 5 തൊഴിലാളികളുമായി അന്ന് തുടങ്ങിയ സംരംഭം ഇന്ന് നിരവധി കുടുംബങ്ങളുടെ ആശയവും ജീവിതമാർഗവുമാണ്. കൊച്ചിയിലെ പ്രശസ്തമായ പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിൽ തുടർച്ചയായി 25 വർഷം ചെയ്തു വരുന്ന പന്തൽ ഡെക്കറേഷൻ ജീവിതത്തിലെ ഒരു സുവർണ അവസരമാണ്. പള്ളുരുത്തി SN ക്ലബ് ലൈഫ് ടൈം മെമ്പർഷിപ്പോടെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമാണ്. സാംസ്കാരിക മേഖലകളിൽ നിന്ന് നിരവധി പുരസ്കാരത്തിന് അർഹനായി. കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും എറണാകുളം ജില്ലാ പ്രസിഡന്റുമാണ്. സംരംഭകൻ എന്ന നിലയിൽ ആർജിച്ച മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ അനാർക്കലി ഉണ്ണി, എറണാകുളം പിടവൂർ സ്വദേശി, സാമൂഹ്യ സേവനത്തിലും വനിതാ ശാക്തീകരണ രംഗത്തും മാതൃക. സാമൂഹ്യ പ്രതിബദ്ധതയും നേതൃത്വ പാഠവും കൈകോർത്ത സേവനങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നു. വനിതകളെ സ്വയം തൊഴിൽ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താൻ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. വനിതകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്വയം തൊഴിൽ സംരംഭക സംഘം വഴി നിരവധി കുടുംബങ്ങൾക്ക് സാമ്പത്തികം, സ്വയം പര്യാപ്തത എന്നിവ കൈവരിക്കാൻ അവസരം സൃഷ്ടിച്ചു. സ്ത്രീകളുടെ ആത്മവിശ്വാസവും സാമൂഹ്യ നിലയും ഉയർത്തുന്നതിൽ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. നാട്ടിലെ പ്രമുഖരെയും സാമൂഹ്യ പ്രവർത്തകരെയും ചേർത്തിണക്കിക്കൊണ്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സാധാരണ ജനങ്ങൾക്ക് ആരോഗ്യപരമായ സഹായങ്ങൾ നൽകി വരുന്നു. CHR HRPM സംഘടനയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും IMHR സംഘടനയുടെ നാഷണൽ സെക്രട്ടറിയുമാണ്. രാജകുമാരി NSS കോളേജിൽ 3 വർഷം PTA പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. മികച്ച സംഘാടക, സാമൂഹ്യ പ്രവർത്തക, വനിതാ എന്റർപ്രണർ, പാചക വിദഗ്ധ എന്നീ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെല്ലാമായി നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്.
വനിതാ ശാക്തീകരണ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അജയകുമാരൻ നായർ, തിരുവനന്തപുരം പേയാട് സ്വദേശി, 41 വർഷക്കാലമായി നൃത്തം അഭ്യസിക്കുന്നതിനോടൊപ്പം വിവിധ ശാഖകളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനവും നൃത്ത ക്ലാസും നടത്തിവരുന്നു. വിശ്വപ്രസിദ്ധ നർത്തകനും കേരള നടനം എന്ന നടനകലയുടെ ഉപജ്ഞാതാവുമായ ശ്രീ ഗുരു ഗോപിനാഥിന്റെ ശിക്ഷണത്തിൽ അദ്ദേഹം തന്നെ സ്ഥാപിച്ച വിശ്വകലാ കേന്ദ്രത്തിൽ 4 വർഷത്തിലേറെയായി കേരള നടനം അഭ്യസിക്കുകയും ഈ കാലയളവിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം നിരവധി സ്റ്റേജുകളിൽ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നൃത്തകലയിലെ വിവിധ ശാഖകളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനവും സംസ്കൃത ഭാഷയും പഠിച്ചു. കൊടുങ്ങല്ലൂർ സ്ഥാപിച്ചിരുന്ന നൃത്താധ്യാപന സ്ഥാപനത്തിൻ്റെയും കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ 2000 സംഘടിപ്പിച്ച നൃത്തനാട്യ ശാസ്ത്രീയ ശില്പശാലയിൽ പ്രഗത്ഭരായ നർത്തകർക്കൊപ്പം പങ്കെടുക്കുവാനും ക്ലാസുകൾ എടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. കേരള നടനത്തിന് പുറമെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നിവയിലും പരിശീലനം നേടുകയും വിവിധ വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. കഥകളിയിലെ ദക്ഷയാഗം, കിരാതം, കല്യാണ സൗഗന്ധ്യം എന്നീ കഥകൾ ചുരുക്കി ഏകാംഗമായി അവതരിപ്പിച്ചും രാമായണം, മഹാഭാരതം എന്നീ കഥകളെ സംഘമായി അവതരിപ്പിച്ചും പ്രേക്ഷകരുടെ പ്രശംസകൾ നേടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്കൂൾ കലോത്സവത്തിൽ കേരള നടനത്തിൻ്റെ വിധികർത്താവാകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. കേരളീയ കലാ പുരസ്കാരം, രാജി നാരായണൻ നൃത്ത അധ്യാപക പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഭാവശ്രീ നടന കേന്ദ്രം എന്ന നൃത്ത സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇവിടെ കുട്ടികളെ പരിശീലിപ്പിച്ചു വരുന്നു. ശ്രീ ഗുരു ഗോപിനാഥ് സ്ഥാപിച്ച വിശ്വകലാ കേന്ദ്രത്തിൻ്റെ എല്ലാ സംരംഭങ്ങളിലും സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നു. കേരള നടനം തനതു ശൈലിയിൽ പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. നൃത്തമേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രമോദ് കുഴിമതിക്കാട്, കൊല്ലം കുണ്ടറ സ്വദേശി, കവി, അധ്യാപകൻ, ഗ്രന്ഥശാല സാംസ്കാരിക പ്രവർത്തകൻ. വിവിധ ആനുകാലികങ്ങളിൽ കവിതകളും ലേഖനങ്ങളും എഴുതി വരുന്നു. പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരം ഒറ്റയ്ക്ക് നനഞ്ഞ പൂവ് എന്നോട് പറഞ്ഞത് 2024 വർക്കല സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് സ്വാഗതഗാനം എഴുതി. ദേശബന്ധു വായനശാല PKV കവല കുണ്ടറയുടെ മുൻ സെക്രട്ടറി, ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വർക്കല ലോക്കൽ സെക്രട്ടറി, പൂർവ്വ വിദ്യാർത്ഥി സഹകരണ കുഴിമതിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, കാവേരി കുടിവെള്ള ശുചിത്വ സമിതി കുഴിമതിക്കാടിൻ്റെ പ്രസിഡന്റ്, കൊല്ലം എഴുത്തുകൂട്ടം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ഫൈൻ ആർട്സ് സൊസൈറ്റി കുണ്ടറ, ഫ്രണ്ട്സ് തരംഗം, സാഹിത്യ കലാ സാംസ്കാരിക സമിതി ചവറ, അനശ്വര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കുഴിമതിക്കാട് എന്നിവയിൽ മെമ്പർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. യുവ കലാ സാഹിത്യ പുരസ്കാരം, കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആറ്റിങ്ങൽ ജില്ലാ അസോസിയേഷൻ കവിതാ പുരസ്കാരം തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ MRMKM HSS ഇടവ വർക്കല ഹൈസ്കൂൾ അധ്യാപകനായും മാതൃഭൂമി സീഡ് ക്ലബ് മനോരമ നല്ലപാടം സ്കൂൾ കോർഡിനേറ്ററായും പ്രവർത്തിച്ചു വരുന്നു. സാംസ്കാരിക മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശരത് രാജ് നെടുമ്പ്രയാർ, പത്തനംതിട്ട നെടുമ്പ്രയാർ സ്വദേശി, 5ാം വയസ്സ് മുതൽ വഞ്ചിപ്പാട്ട് അഭ്യസിച്ചു തുടങ്ങി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സംസ്ഥാനതല കലോത്സവങ്ങളിൽ വഞ്ചിപ്പാട്ട് അവതരിപ്പിച്ചതിന് ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. 8ാം വയസ്സിൽ പടയണിപ്പാട്ട്, തപ്പുമേളം, തുള്ളൽ എന്നീ കലകൾ അഭ്യസിച്ചു തുടങ്ങി. മധ്യ തിരുവിതാംകൂറിൻ്റെ പാരമ്പര്യമായ ക്ഷേത്രകലകൾ വശമാക്കിയ ഇദ്ദേഹം 18 വയസ്സ് മുതൽ നെടുമ്പ്രയാർ ദേവിവിലാസം പടയണി സംഘത്തിൻ്റെ സെക്രട്ടറിയായും പാട്ട്, തുള്ളൽ രംഗത്ത് ആശാനായും പ്രവർത്തിച്ചു വരുന്നു. നിരവധി പേർക്ക് ഈ കലാരൂപങ്ങൾ പകർന്നു കൊടുത്തു വരുന്നു. 2019-22 കേരള ഫോക്ലോർ അക്കാദമി വജ്ര ജൂബിലി ഫെലോഷിപ്പിന് അർഹനായി. 2021-22 നെടുമ്പ്രയാർ പള്ളിയോടൻ ക്യാപ്റ്റനായും പ്രവർത്തിച്ചിരുന്നു. രാമൂരത്ത് വയലിൽ മെമ്മോറിയൽ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്കൂളുകളിലും കളരികളിലും പടയണിയും പള്ളിപ്പാട്ടും അഭ്യസിപ്പിക്കുന്നു. പാരമ്പര്യ കലകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഉപഹാരം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.